പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. ഹലോ ടീച്ചറമ്മേ. മോളെ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങി. എവിടെ എത്തിയപ്പോൾ? ഞങ്ങൾ ഇവിടെ എന്ന് പറയാൻ തുടങ്ങിയതും മഹി പിന്നിൽ നിന്നും അവളുടെ വായ മൂടി. എന്നിട്ട് ഫോൺ മേടിച്ചു. ഹലോ അമ്മേ, ഞങ്ങൾ തൊടുപുഴ കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുവാ. ശരി മോനെ. ആ ശരി ശരി, ഞാൻ വയ്ക്കുവാ. അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം ഗൗരിയെ നോക്കി. നീ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ തുടങ്ങുക അല്ലേ? പിന്നെ അമ്മ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവൾക്കും ദേഷ്യം വന്നു. ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. നിങ്ങൾ ഇനി എവിടേക്കാ? എന്തേ, വരുന്നുണ്ടോ? അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി അഴിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന ശേഷം അവനൊരു ചൂയിങ്കം എടുത്ത് ചവച്ചുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്നാൽ ഇറങ്ങാം. അവൻ ഫോണെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് ഗൗരിയെ നോക്കി. അവളും എഴുന്നേറ്റു. അവൻ്റെ പിന്നാലെ ഇറങ്ങി. ഗൗരി വെളിയിലേക്ക് കണ്ണുനട്ടിരിപ്പാണ്. കാഴ്ചകളൊന്നും കാണുമല്ല. മനസ്സാകെ സങ്കട പെരുമഴയാണ്. രാധമ്മ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്നോർത്തതല്ല. മഹേട്ടനൊപ്പം പോകാൻ അത് തനിക്ക് പ്രാണസങ്കടമാണ്. താൻ പണത്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു വേഷം കെട്ടിയതെന്ന്. എല്ലാവരുടെയും മുന്നിൽ താൻ തോറ്റു പോവുകയാണ്. മഹേട്ടാ, പെട്ടെന്ന് അവൾ വിളിച്ചു. എന്താ ഗൗരി? ഞാനിവിടെ ഇറങ്ങിക്കോളാം. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. മഹേട്ടൻ പൊയ്ക്കോളൂ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. വണ്ടി ഒന്ന് നിർത്തുമോ? അവൻ പക്ഷേ മറുപടിയൊന്നും പറയാതെ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചു. മഹേട്ടാ പ്ലീസ്. അവൾ ഒരുപാട് ചോദിച്ചുവെങ്കിലും മഹി വണ്ടി നിർത്തിയില്ല. അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. വണ്ടി നേരെ ചെന്ന് നിന്നത് വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലാണ്. നീ ഇറങ്ങ്. എനിക്ക് ഈ കാലം വെച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് ഏട്ടാ. എന്നാ വേണ്ട. അവൻ ഫോണെടുത്ത് ആരോ വിളിച്ചു. ഹലോ മിഥുൻ, ഞാൻ മഹിയാണ്. ആ, ഞാനേ നിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടേ. അതേ എടാ, എൻ്റെ അമ്മയുടെ സപ്തതിയാണ്. അപ്പോഴൊരു ഗിഫ്റ്റ് വേണം, ഒരു സാരി. നീ സ്റ്റാഫിനെ ആരെയെങ്കിലും 1-2 സെലക്ട് ചെയ്ത് ഫോട്ടോ വയ്ക്കാൻ ഏർപ്പാടാക്കുമോ? അയ്യോ മയ്യേട്ട, ടീച്ചറമ്മയുടെ പിറന്നാളാണോ? എന്നാൽ ഞാനും വരാം, സാരി സെലക്ട് ചെയ്യാം. അത് വേണ്ട, നിൻ്റെ കാലിന് വയ്യാത്തതല്ലേ. തന്നെയുമല്ല, ഇന്ന് ഒരുപാട് നടന്നു. ഇനി അത് ഇൻഫെക്ഷൻ ആകുമോ? കുഴപ്പമില്ലെന്നേ, പെട്ടെന്നെടുക്കാം. അവൾ ഡോർ തുറന്നിറങ്ങിക്കഴിഞ്ഞിരുന്നപ്പോഴേക്കും സാരി സെക്ഷനിലേക്ക് ചെന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ ഗൗരി ഓരോ സാരിയും നോക്കി. അവസാനം ഒരു മാമ്പഴമഞ്ഞ നിറമുള്ള സോഫ്റ്റ് സിൽക്ക് സാരിയാണ് അമ്മയ്ക്കായി എടുത്തത്. മഹിക്കും അത് ഒരുപാട് ഇഷ്ടമായി. മാഡത്തിനും കൂടി ഒരെണ്ണം എടുക്കട്ടെ? വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട, ഇതൊന്ന് പാക്ക് ചെയ്താൽ മതി. ബില്ല് പേ ചെയ്തിട്ട് തിരികെ നോക്കുമ്പോൾ മഹി കണ്ടു നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്ന ഗൗരിയെ. കാലിന് നല്ല വേദനയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലവന് മനസ്സിലായി. വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ശോ, ഇത് ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ മുടന്തി നടക്കണമല്ലോ കൃഷ്ണ. ഗൗരി ആരോടെന്നല്ലാതെ പറഞ്ഞു. ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങിയതും ചോട്ടിയും കാത്തിയും ഓടി വന്നു. 2 ആളും കൂടി വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. കുട്ടികൾക്കായി കുറേ ചോക്ലേറ്റൊക്കെ മേടിച്ചാണ് മഹി കയറി വന്നത്. അതൊക്കെ കിട്ടിയപ്പോൾ കുട്ടിപ്പട്ടാളം ഹാപ്പിയായി. മഹിയേട്ട നോക്കിയപ്പോൾ മീനാക്ഷിയാണ്, ടീച്ചറിൻ്റെ ഒരേയൊരു ആങ്ങളയുടെ മകൾ. ആ, നീ എപ്പോൾ എത്തി? അവൻ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി. ഗൗരി അതിഥികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് താഴെ തന്നെ നിന്നു. ലീലയെടുത്തി അവൾക്കുള്ള ചായയും ഏത്തയ്ക്ക പൊരിച്ചതുമൊക്കെ കഴിക്കാനായി കൊണ്ടുവന്ന് കൊടുത്തു. വീട്ടിലെ വിശേഷമൊക്കെ എല്ലാവരും ചോദിച്ചപ്പോൾ ഗൗരി 1-2 വാക്കുകൾ സംസാരം ഒതുക്കി. ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അല്പം കഴിഞ്ഞ് ഗൗരി മുറിയിലേക്ക് കയറിപ്പോയി. മഹിയേട്ടാ, അപ്പോൾ ഏട്ടൻ 6 മാസം കഴിഞ്ഞാൽ ഏട്ടത്തെ ഉപേക്ഷിക്കോ? അങ്ങനെയാണോ ഏട്ടൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? മീനാക്ഷി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതേ മീനു, ഇവിടെ ആർക്കും അറിയില്ല. ഇത് നിൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഇല്ലേട്ടാ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ആ ചേച്ചി. പിന്നീട് അവർ പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സില്ലാഞ്ഞതുകൊണ്ട് ഗൗരി മെല്ലെ വാതിൽ തുറന്നു. തങ്ങൾ പറഞ്ഞത് കേട്ടോ എന്നൊരു ഭയം മഹിക്കുടലെടുത്തു.
എന്താടി, നീ പതുങ്ങി നിൽക്കുമായിരുന്നോ? നിനക്കൊന്ന് നോക്ക് ചെയ്തിട്ട് കയറി വരാൻ അറിഞ്ഞൂടെ? നോൺസെൻസ്. മഹി ദേഷ്യത്തിൽ ഗൗരിയെ നോക്കി. സോറി. പിന്തിരിഞ്ഞ് പോകാൻ തുടങ്ങിയ ഗൗരിയുടെ കയ്യിൽ മീനു കയറി പിടിച്ചു. ഏട്ടത്തി ഇങ്ങോട്ട് വാന്നേ. ഈ ഏട്ടൻ പറയുന്നത് കേട്ട് പോകാൻ നിൽക്കുക. ഞാൻ നിങ്ങൾ സംസാരിക്കുവാണെന്ന് ഓർത്തില്ല. സോറി. എന്തിനാ സോറി പറയുന്നത്? ഇത് ഏടത്തിയുടെ കൂടെ റൂമല്ലേ, ഞാനല്ലേ പോവേണ്ടത്? ഗൗരിയെ കൊണ്ടുപോയി ബെഡിലിരുത്തിയിട്ട് മഹിയുടെ വയറിൽ ഒരു ഇടിയും വെച്ച് കൊടുത്തുകൊണ്ട് മീനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒളിച്ചു നിന്ന് കേൾക്കുന്ന സ്വഭാവം നല്ലതല്ല, എനിക്കത് ഇഷ്ടവുമല്ല, മഹി ദേഷ്യത്തിൽ പറഞ്ഞു. ഞാനൊന്നും കേട്ടില്ല, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവവുമില്ല. ഗൗരി അവനെ നോക്കി പറഞ്ഞു. നുണ പറയണ്ട, നീ കേട്ടു എന്നുള്ളത് എനിക്ക് വ്യക്തമാണ് ഗൗരി. എന്നെ 6 മാസം കഴിഞ്ഞാൽ മഹിയേട്ടൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു, അല്ലാതെ വേറെ ഒന്നും ഞാൻ കേട്ടില്ല, സത്യമായിട്ടും. മഹി അവളെ സാഗൂതം നോക്കി. മഹിയേട്ടാ, 6 മാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ പോകാനും സമ്മതമാണ്. 22 വർഷം ഞാൻ ജീവിച്ചതല്ലേ. എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് എനിക്ക് കൂട്ടായിട്ട്. ഇനിയും ഞാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. ഇവിടെ നിന്നിട്ട് വെറുതെ നിങ്ങൾക്ക് കൂടി ചീത്തപ്പേര് തരാനേ എനിക്ക് കഴിയും. തൻ്റെ മുഖത്ത് നോക്കി പതറാതെ പറയുന്നവളെ മഹി നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ 25 ലക്ഷം? പൊടുന്നനെ അവൻ ചോദിച്ചു. അതിന് ഒരു മറുപടി പറയാൻ പാവം ഗൗരിക്ക് സാധിച്ചില്ല. എന്താടി, നിന്റെ ഉശിരും തൻ്റെ ഇടമൊക്കെ ഇതിലേ പോയി? മഹി പരിഹാസത്തോടെ അവളെ നോക്കി. ഗൗരി മാഡം, പ്ലീസ് ആൻസർ മീ. എൻ്റെ 25 ലക്ഷം നീ എപ്പോൾ തരും? അത് തന്നിട്ട് നീ ഇറങ്ങിക്കോ ഇവിടുന്ന്, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല. ഗൗരി ഒന്നും പറയാതെ തല കുനിച്ചിരുന്നു. വിഷമിക്കണ്ട, ഞാനൊരു പരിഹാരം കണ്ടു വെച്ചിട്ടുണ്ട്. ആദ്യം അമ്മയുടെ സപ്തതി സെലിബ്രേഷൻ കഴിയട്ടെ, എന്നിട്ട് പറയാം ബാക്കി. ഒടുവിലൊരു ടൗലെടുത്ത് അവൻ കുളിക്കാനായി പോയി. ഇയാളിത് എത്രാമത്തെ കുളിയാണ് എൻ്റെ കൃഷ്ണ. അവൻ പോയതും നോക്കി ഗൗരി പെറുപെറുത്തു. സരസ്വതി അമ്മയുടെ സപ്തതി മക്കളെല്ലാവരും തകൃതിയായി തന്നെ കൊണ്ടാടി. അവർക്ക് വെജിറ്റേറിയൻ വിഭവങ്ങളായിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തത്. 100 പേരോളം കുടുംബാംഗങ്ങളുണ്ടായിരുന്നു അതിഥികളായിട്ട്. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി അമ്മയുടെ വട്ടം വന്ന് നിന്നു. സരസ്വതി ടീച്ചറാണെങ്കിൽ ഗൗരിയെ അവരുടെ ഒപ്പം തന്നെ നിർത്തുന്നത് കണ്ടപ്പോൾ ചിലരൊക്കെ കുശുകുശുക്കാൻ തുടങ്ങി. അത് കണ്ടതും ഗൗരി അല്പം അകന്നു മാറി. മഹി അപ്പോഴേക്കും താൻ മേടിച്ച സമ്മാനം എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കവിളത്തോരോ മുത്തവും കൊടുത്തു. ഒരു 50 പിറന്നാൾ സദ്യ കൂടി കഴിക്കാൻ സരസ്വതി ടീച്ചർക്ക് ഈശ്വരൻ ആയുസ് തരട്ടെ, അവൻ അമ്മയോട് പറഞ്ഞു. ഒന്ന് പോടെ ചെക്ക, അവൻ്റെ ഒരു ആശംസ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മകൻ്റെ തോളിൽ തട്ടി. ഗൗരിയോട് കുറച്ച് സ്ത്രീകളൊക്കെ വിശേഷം ചോദിക്കാനായി അടുത്തുകൂടി. അവളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. ശിവയെയും എടുത്തുകൊണ്ട് ഗൗരി വേഗം തന്നെ അവിടുന്ന് അകന്നു മാറിയത് മഹി കണ്ടു. അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് അവന് തോന്നി. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു. ഗൗരി അമ്മയുടെ മുറിയിലാണ്. ഒപ്പം ഹിമയും കീർത്തനയും കിച്ചുവും ഒക്കെയുണ്ട്. ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചു നോക്കുകയാണ് അവരെല്ലാവരും കൂടി. അപ്പോഴേക്കും മഹി അവിടേക്ക് കയറി വന്നു. അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ, അവൻ്റെ വിളിയൊച്ച കേട്ടതും ഗൗരി വേഗം എഴുന്നേറ്റു. എന്താടാ? അമ്മയുടെ ഇളയ മകൾ മേടിച്ച സാരി ഇഷ്ടായോ? അവൻ അത് പറയുകയും എല്ലാവരും ഗൗരിയെ നോക്കി. ഏതാണ് ഗൗരി, കാണിച്ചേ? ഹിമ ഗൗരിയോട് ചോദിച്ചു. ആഹാ, സൂപ്പർ! ഗൗരിയുടെ സെലക്ഷൻ അടിപൊളി. അടുത്ത മാസം കുഞ്ഞാറ്റയുടെ കല്യാണത്തിനെ നമുക്ക് ഗൗരിയെ കൊണ്ടുപോകാം. സാരി എന്നിട്ട് ഗൗരി സെലക്ട് ചെയ്യട്ടെ, അല്ലേമ്മേ? കീർത്തന സാരി എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും ഗൗരി മേടിച്ച സാരി ഇഷ്ടമായി. ഗൗരി, നീ കിടക്കാൻ വരുന്നില്ലേ? അതോ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാ? പെട്ടെന്ന് മഹിയുടെ ശബ്ദം മാറി. മോള് പോയി കിടന്നോ, നേരം ഒരുപാടായില്ലേ? കാലും വയ്യാണ്ടെൻ്റെ കുട്ടി. ടീച്ചർ പറഞ്ഞപ്പോൾ ഗൗരി മഹിയുടെ പിന്നാലെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയ പാടെ മഹി അടുത്ത ബോട്ടിലെടുത്ത് മേശമേൽ വെച്ചു. എന്നിട്ട് പൊട്ടിക്കാനായി തുടങ്ങിയതും ഗൗരി അവനെ തടഞ്ഞു. എന്താടി, ഈ മഹിയുടെ കയ്യിൽ കയറി പിടിക്കാറായോ നീ? അവൻ ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി.
മഹേട്ടാ, ഇതിന്ന് എത്രയായി? മതി, ഇപ്പം തന്നെ ഓവറാണ്. തന്നോട് ശാന്തമായി പറയുന്നവളെ മഹി നോക്കി. എന്നോട് ഇതൊക്കെ പറയാൻ നീ എൻ്റെ ആരടി പുല്ലേ? ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് ആർക്കു വേണ്ടിയാണേട്ടാ? ആ പാവൻ ടീച്ചറിനെ ഓർത്തെങ്കിലും. പെട്ടെന്ന് മഹി അവളെ കൈയെടുത്ത് തടഞ്ഞു. ഡീ, നീ പറഞ്ഞത് എങ്ങോട്ടാ? നിന്നോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന്. പിന്നെ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്, എൻ്റെ 25 ലക്ഷം രൂപയുടെ കാര്യം. അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അവളെ നോക്കി തൻ്റെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് മഹി പറഞ്ഞു. ഗൗരിക്ക് പക്ഷേ യാതൊരു കുലുക്കവുമില്ല. അവൻ ബെഡിലേക്ക് കയറി കിടന്നു. നീ കിടക്കുന്നില്ലേ? പെട്ടെന്ന് അവൻ ചോദിച്ചു. എന്നാ കയറി കിടന്നു. മഹേട്ടൻ ഇവിടെയാണോ കിടക്കുന്നത്? അവൾ അന്താളിച്ചു. അതെ. നീ എന്തായാലും പോകുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ വെറുതെ സെറ്റിൽ കിടക്കുന്നത്? നിനക്ക് പേടിയായതുകൊണ്ട് ഇവിടെ വേണേ കിടന്നോ. പിന്നെ ഉറക്കത്തിൽ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിനക്കുള്ളതാണ്. മഹി അത് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് പഴയൊരു പാട്ട് പ്ലേ ചെയ്തു. ഗൗരിക്ക് എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ അവൾ നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിന്നു. ഡീ, നീ കിടക്കുന്നില്ലേ? ലൈറ്റ് ഓഫ് ചെയ്യ്. മഹി ദേഷ്യപ്പെട്ടപ്പോൾ ഗൗരി ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ബെഡിൻ്റെ അങ്ങേ തലക്കിലേക്ക് കയറി കിടന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിലും മഹി പറഞ്ഞ വാചകത്തിൽ മനസ്സുഴറുകയാണ് അവൾക്കപ്പോഴും. ഈശ്വര, ഇയാൾ എന്തെങ്കിലും ചെയ്യോ? അവൾ ഭിത്തിക്ക് അഭിമുഖമായി കിടക്കുകയാണ്. ആകെ ഇത്തിരി ഇടമതി അവൾക്ക്. വലിപ്പമേറിയ കട്ടിലാണ്. മഹി പാട്ട് ഓഫ് ചെയ്തതും ഗൗരിയുടെ നെഞ്ച് പടപടാന്നിടിച്ചു. മഹി അവളുടെ അരികിലേക്ക് നീങ്ങി വരുന്നതായി ഗൗരിക്ക് തോന്നി. അവൾ അല്പം കൂടി ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു. നീ ഇനി ഭിത്തി തുറന്നപ്പുറത്തേക്ക് ചാടുവോ? അവളുടെ കാതോരം മഹി ചോദിച്ചതും ഗൗരി പിടഞ്ഞെഴുന്നേക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അവൻ അവളെ തൻ്റെ ഇടത് കൈകൊണ്ട് ബലമായി പുണർന്നു. നീ എന്താ കരുതിയേ? എൻ്റെ 10-25 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ പൂവിട്ട് പൂജിച്ച് കിടത്തുമെന്നാണോ? സോറി മിസ്സസ് ദേവ് മഹേശ്വർ. നീ ഇന്നു മുതൽ 6 മാസത്തേക്ക് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാണ്. ആണെന്നല്ല, ആയിക്കഴിയും ഈ രാത്രി മുതൽ. ഗൗരിയുടെ ശരീരം വിറകൊള്ളുകയാണ് അവൻ്റെ ഓരോ വാചകങ്ങളും കേൾക്കുമ്പോൾ. ഈശ്വര, താൻ നിസ്സഹായയാകുകയാണല്ലോ. അവൾ മഹിയെ തന്നെ നോക്കി. അവൻ ഒരു പുരുകുയർത്തി എന്താണെന്ന് ചോദിച്ചു. മഹിയേട്ടാ. എന്താണ് എൻ്റെ ഗൗരിക്കുട്ടിക്ക് പറയാനുള്ളത്? വേഗം ആവട്ടെ, നമുക്ക് സമയം കളയാനില്ലെന്നേ. അവൻ ഗൗരിയെ നോക്കി. ഞാൻ ലീലയെടുത്തിയുടെ റൂമിൽ പോയി കിടന്നോളാം. അച്ചോടാ പാവം, അതെന്താ ഇവിടെ കിടന്നാൽ നിനക്ക് ഉറക്കം വരില്ലേ? മഹേട്ടൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പെണ്ണൊന്നും അല്ല ഞാൻ. എനിക്കങ്ങനെ ആവാനും കഴിയില്ല. ഉറപ്പായും ഞാൻ നിങ്ങളുടെ അമ്മയുടെ പണം എൻ്റെ ചെറിയമ്മയോട് മേടിച്ചു തരാം. എനിക്ക് 1 മാസം സമയം തരണം. ഞാൻ മഹേട്ടൻ്റെ കാല് പിടിക്കാം. അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പറയുന്നവളെ മഹി ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി. മതി അഭിനയിച്ചത്, എഴുന്നേറ്റ് പോടി എൻ്റെ കൺമുന്നിൽ നിന്ന്. അവൻ തൻ്റെ കാല് കുടിഞ്ഞുകൊണ്ട് ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ അഭിനയിക്കൊന്നുമല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പണം ഞാൻ തരാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല. അതിനു മുന്നേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുകയോ മറ്റോ ചെയ്താൽ ആ നിമിഷം ഈ സെൽഗൗരി ഈ ഭൂമിയിൽ നിന്ന് പോകും, ഉറപ്പാണ്. നീ ആരാണ് നടി നിൻ്റെ വിചാരം? ഈ ലോകം മുഴുവൻ കറങ്ങിയവനടി ഈ മഹേശ്വർ. നിന്നേക്കാളൊക്കെ 10 മടങ്ങ് സൗന്ദര്യമുള്ള പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. അപ്പോഴാ ഒരു തീപ്പെട്ടിക്കൊള്ളി നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ഒരു ലോകസുന്ദരി വന്നേക്കുന്നു. എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാടി. മഹി അവളെ നോക്കി പരിഹസിച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ചുറങ്ങുന്നത് പോലെ കിടന്നു. ഗൗരി ഒന്നും മിണ്ടാതെ തൻ്റെ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു. കരയുകയാണെന്ന് മഹിക്ക് തോന്നി. ഡി, അവൻ വിളിച്ചുവെങ്കിലും ഗൗരി തല ഉയർത്തിയില്ല. ഡി, നിന്നെ വിളിച്ചത് കേട്ടില്ലേ? അവൻ എഴുന്നേറ്റ് ഗൗരിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. ഗൗരി അവനെ ദേഷ്യത്തെ നോക്കി. എന്താടി, നോക്കി പേടിപ്പിക്കുവാണോ? കിടന്നുറങ്ങാൻ നോക്കടി, സമയം 1 മണി കഴിഞ്ഞു. അവൻ പറഞ്ഞതും ഗൗരി ക്ലോക്കിലേക്ക് നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ കിടന്നു.
രാവിലെ മഹി ഉണർന്നപ്പോൾ ഗൗരി റൂമിലില്ല. അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തണുത്ത് വിറച്ചിറങ്ങി വരുന്ന ഗൗരിയെ അപ്പോഴാണ് അവൻ കണ്ടത്. നിനക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ മേലെ? അവൻ ചോദിച്ചതും ഗൗരി മറുപടിയൊന്നും പറയാതെ തലമുടി തോർത്തിക്കൊണ്ട് നീലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. ഇന്നെൻ്റെ ഓഫീസിലൊന്ന് പോകണം. അവിടെ എല്ലാവരും നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടുമില്ല. അതെന്താ? നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് തൽക്കാലം ഞാൻ എവിടേക്കുമില്ല, ഗൗരി കടുപ്പിച്ചു പറഞ്ഞു. തുടരും.